ഡിഫറെന്റ് ഫേസസ് ഓഫ് ലൈഫ് എന്ന എന്റെ വീഡിയോ ചാനലിലേക്ക് നിങ്ങളെ ഏവരെയും സാദരം ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. സ്വാഗതം. വയോജനങ്ങൾക്ക് വേണ്ടി മാസ് ക്ലബ് മനക്കലപ്പടി സംഘടിപ്പിച്ച ഏകദിന വിനോദയാത്രയെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ എന്റെ ചാനലിലൂടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. നവംബർ 23 ശനിയാഴ്ച രാവിലെ 7 മണിക്ക് മനക്കലപ്പടി വായനശാല പരിസരത്ത് നിന്നും വിനോദയാത്രാ സംഘം പുറപ്പെട്ടു. ആധുനിക കേരളത്തിന്റെ മറ്റൊരു വിസ്മയം അനുഭവിക്കാൻ ഞങ്ങൾ മുന്നോട്ടുപോയി. കൊച്ചി വാട്ടർ മെട്രോ. കൊച്ചി വാട്ടർ മെട്രോ സന്ദർശിക്കാനെത്തിയ 52 അംഗ മാസ് ക്ലബിന്റെ സന്ദർശകരെ അവിടുത്തെ ഉദ്യോഗസ്ഥ ഓരോരുത്തരായി ഉള്ളിലേക്ക് കടത്തിവിടുകയാണ്. ഞങ്ങളിപ്പോ ഞങ്ങളുടെ കൂടമായി മെട്രോ ബോട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ ക്യൂ ആയിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. പരമ്പരാഗത ജലപാതകളെ അത്യാധുനിക സാങ്കേതിക വിദ്യയുമായി സമന്വയിപ്പിക്കുന്ന അതുല്യവും പരിസ്ഥിതി സൗഹൃദ നഗരഗതാഗത സംവിധാനവും. ഹിൽ പാലസിലേക്കുള്ള ഞങ്ങളുടെ സമ്പന്നമായ സന്ദർശനത്തിന് ശേഷം ആധുനിക കേരളത്തിന്റെ മറ്റൊരു വിസ്മയം അനുഭവിക്കാൻ ഞങ്ങൾ മുന്നോട്ടുപോയി. കൊച്ചി വാട്ടർ മെട്രോ. പരമ്പരാഗത ജലപാതകളെ അത്യാധുനിക സാങ്കേതിക വിദ്യയുമായി സമന്വയിപ്പിക്കുന്ന അതുല്യവും പരിസ്ഥിതി സൗഹൃദ നഗര ഗതാഗത സംവിധാനവും. കൊച്ചി വാട്ടർ മെട്രോ 2023 ഏപ്രിൽ ഉദ്ഘാടനം ചെയ്തു. മോഹന, അപ്പൊ നമ്മുടെ മെട്രോ വാട്ടർ മെട്രോ എത്തി.
ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ സർവീസ്, കൂടാതെ ഏഷ്യയിലെ ഒരു മുൻനിര പൊതുഗതാഗത സംവിധാനവുമാണ്. കൊച്ചിയുടെ പ്രധാന ഭൂപ്രദേശങ്ങളെ ചുറ്റുമുള്ള ദ്വീപുകളുമായി ബന്ധിപ്പിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇത് പ്രവേശനക്ഷമത വർദ്ധിപ്പിക്കാനും ഗതാഗതക്കുരുക്ക് കുറയ്ക്കാനും സുസ്ഥിര നഗരചലനം പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിടുന്നു. ജലമെട്രോ പ്രവർത്തിക്കുന്നത് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഹൈബ്രിഡ് ഇലക്ട്രിക് ബോട്ടുകൾ ഉപയോഗിച്ചാണ്. ഇത് പരമ്പരാഗത ഗതാഗത മാർഗങ്ങൾക്ക് പകരം പാരിസ്ഥിതികമായി സുസ്ഥിരമായ ഒരു ബദലായി മാറുന്നു. ഈ ബോട്ടുകൾ കാർബൺ ബഹിർഗമനവും ശബ്ദ മലിനീകരണവും ഗണ്യമായി കുറയ്ക്കുന്നു. ബോട്ടുകളിൽ എയർ കണ്ടീഷൻ ചെയ്ത ക്യാബിനുകൾ, സുഖപ്രദമായ ഇരിപ്പിടങ്ങൾ, GPS നാവിഗേഷൻ, CCTV നിരീക്ഷണം എന്നിവ സുരക്ഷിതവും സുഖകരവുമായ ഒരു യാത്ര ഉറപ്പാക്കുന്നു. കൊച്ചിൻ വാട്ടർ മെട്രോ 10 ദ്വീപുകളെയും പ്രധാന ഭൂപ്രദേശത്തെയും ബന്ധിപ്പിക്കുന്ന 15 റൂട്ടുകളുടെ ശൃംഖല ഉൾക്കൊള്ളുന്നു. പൂർണ്ണമായി പ്രവർത്തനക്ഷമമാകുമ്പോൾ ഇത് 76 കിലോമീറ്റർ സഞ്ചരിക്കുകയും 1,00,000 യാത്രക്കാർക്ക് ദിവസേന സേവനം നൽകുകയും ചെയ്യും. പ്രധാന ടെർമിനലുകൾ ഹൈക്കോട്ട് വൈപ്പിൻ, വൈറ്റില കക്കനാട്, ബോൾഗാട്ടി, ഏലൂർ, വെല്ലിംഗ്ടൺ ഐലൻഡ് എന്നിവയും അതിലേറെയും. വാട്ടർ മെട്രോ ഒരു സമ്പർക്കമില്ലാത്ത ടിക്കറ്റിംഗ് സംവിധാനം ഉപയോഗിക്കുന്നു. ഇത് യാത്രക്കാരെ പ്രീപെയ്ഡ് കാർഡോ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് പണമടയ്ക്കാൻ അനുവദിക്കുന്നു. യാത്രാ നിരക്കുകൾ താങ്ങാവുന്നതാണ്. ദൂരത്തെ ആശ്രയിച്ച് 20 മുതൽ 60 രൂപ വരെ എല്ലാവർക്കും പ്രവേശനക്ഷമത ഉറപ്പാക്കുന്നു. വാട്ടർ മെട്രോ പരിധികളില്ലാതെ കൊച്ചി മെട്രോ റെയിലുമായി സംയോജിപ്പിച്ചിരിക്കുന്നു. ഇത് ഒരു മൾട്ടി മോഡൽ ഗതാഗത അനുഭവം പ്രദാനം ചെയ്യുകയും മേഖലയിലെ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കൊച്ചി വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്യുന്നത് വേറിട്ട അനുഭവമാണ്. കൊച്ചിയുടെ കായൽ, തിരക്കേറിയ തുറമുഖങ്ങൾ, ശാന്തമായ ദ്വീപുകൾ എന്നിവയുടെ വിശാലമായ കാഴ്ചകൾ ഈ യാത്ര വാഗ്ദാനം ചെയ്യുന്നു. ബോട്ടുകളുടെ ആധുനിക രൂപകൽപ്പനയും കേരളത്തിലെ ജലപാതകളുടെ പ്രകൃതി ഭംഗിയും ചേർന്ന് അതിനെ പ്രവർത്തനക്ഷമതയുടെയും വിനോദസഞ്ചാരത്തിന്റെയും സമന്വയമാക്കി മാറ്റുന്നു. കൊച്ചി വാട്ടർ മെട്രോയുടെ നേട്ടങ്ങളാണ് സമയലാഭം. ദ്വീപ് നിവാസികൾക്ക് വൻകരയിലേക്ക് യാത്ര ചെയ്യുന്ന യാത്രാ സമയം കുറയ്ക്കുന്നു. ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന നിലയിൽ കൊച്ചിയുടെ ആകർഷണത്തിന് ഒരു പുതിയ മാനം നൽകുന്നു. ശുദ്ധമായ ഊർജത്തിന്റെയും ഉപയോഗം പ്രോത്സാഹിപ്പിക്കുകയും റോഡുകളിലെ വാഹനത്തിരക്ക് കുറയ്ക്കുകയും ചെയ്യുന്നു. കൊച്ചിയിലെ പ്രശാന്തമായ ജലപാതകളിൽ വിസ്മയിച്ചുകൊണ്ട് ഞങ്ങളുടെ സംഘം വാട്ടർ മെട്രോയിൽ ഉന്മേഷദായകവും മനോഹരമായ യാത്ര ആസ്വദിച്ചു. പുരോഗതിക്കും സുസ്ഥിരതയ്ക്കും വേണ്ടിയുള്ള കേരളത്തിന്റെ പ്രതിബദ്ധത ഉയർത്തിക്കാട്ടുന്ന വിശ്രമത്തിന്റെയും കണ്ടെത്തലിന്റെയും മികച്ച മിശ്രിതമായിരുന്നു അത്. ഏകദേശം 30 മിനിറ്റ് യാത്രയ്ക്ക് ശേഷം ഞങ്ങളുടെ യാത്രാ സംഘം കൊച്ചി ഹൈക്കോർട്ട് ടെർമിനലിൽ നിന്നും ഫോർട്ട് കൊച്ചി ജെട്ടിയിലെത്തി. അടുത്ത ബോട്ട് പുറപ്പെടായി. കൊച്ചി വാട്ടർ മെട്രോയിലെ
ആസ്വാദ്യകരമായ യാത്രയ്ക്ക് ശേഷം സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിനും കൊളോണിയൽ ചരിത്രത്തിനും ചടുലമായ ചന്തസ്ഥലങ്ങൾക്കും പേരുകേട്ട കൊച്ചിയിലെ ചരിത്രപരമായ സമീപ പ്രദേശമായ മട്ടാഞ്ചേരിയിൽ ഞങ്ങൾ എത്തി. സമീപത്ത് സ്ഥിതി ചെയ്യുന്ന മട്ടാഞ്ചേരി ബീച്ച് അറബിക്കടലിന്റെ ശാന്തമായ കാഴ്ചകളാൽ ഈ ലക്ഷ്യസ്ഥാനത്തിന്റെ മനോഹാരിതയെ പൂർത്തീകരിക്കുന്നു. ഡച്ച്, പോർച്ചുഗീസ്, യഹൂദ, ബ്രിട്ടീഷ് കുടിയേറ്റക്കാരുടെ സ്വാധീനം പ്രതിഫലിപ്പിക്കുന്ന സംസ്കാരങ്ങളുടെ സംഗമഭൂമിയാണ് മട്ടാഞ്ചേരി. ചരിത്രത്തിന് ജീവനുള്ള സ്ഥലമാണിത്. ഓരോ കോണിലും ഓരോ കഥകൾ പറയാനുണ്ട്. ഈ പ്രദേശം സാമുദായിക സൗഹാർദ്ദത്തിന്റെ ഉദാഹരണമാണ്. ഹിന്ദു ക്ഷേത്രങ്ങൾ, പള്ളികൾ, മോസ്കുകൾ, സിനഗോഗുകൾ എന്നിവ അടുത്തടുത്തായി നിൽക്കുന്നു. കേരളത്തിന്റെ സമകാലിക കലയുടെ ഒരു കേന്ദ്രമാണ് മട്ടാഞ്ചേരി. നഗരത്തിലെ തിരക്കേറിയ കൊച്ചിയിലെ മറ്റു ബീച്ചുകളെ അപേക്ഷിച്ച് തിരക്ക് കുറവാണെങ്കിലും കൊച്ചിയുടെ മുഖമുദ്രയായ മത്സ്യബന്ധന ബോട്ടുകളും ചൈനീസ് മത്സ്യബന്ധന വലകളും നിറഞ്ഞ അറബിക്കടലിന്റെ അതിശയകരമായ കാഴ്ചകൾ ബീച്ച് നൽകുന്നു. ഫോർട്ട് കൊച്ചി പോലുള്ള തിരക്കേറിയ ബീച്ചുകളിൽ നിന്ന് വ്യത്യസ്തമായി മട്ടാഞ്ചേരി ബീച്ചിന് ശാന്തമായ അന്തരീക്ഷമുണ്ട്. ഇത് വിശ്രമിക്കാനും അനുയോജ്യമാണ്. മട്ടാഞ്ചേരിയും കടൽ തീരവും സന്ദർശിക്കുന്നത് ചരിത്രവും സംസ്കാരവും പ്രകൃതി സൗന്ദര്യവും സമ്മേളിക്കുന്ന കാലത്തിലൂടെയുള്ള ഒരു യാത്ര പോലെയാണ്. ഞങ്ങളുടെ യാത്രയുടെ അവസ്മരണീയമായ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് ചടുലമായ തെരുവുകളും ചരിത്രപ്രധാനമായ ലാൻഡ്മാർക്കുകളും ശാന്തമായ തീരദേശ ദൃശ്യങ്ങളും ഞങ്ങളുടെ ഗ്രൂപ്പിനെ ആകർഷിച്ചു. മട്ടാഞ്ചേരി ഒരു കാലത്ത് സുഗന്ധ വ്യഞ്ജന വ്യാപാര മാർഗങ്ങളുടെ ഒരു പ്രമുഖ തുറമുഖമായിരുന്നതിനാൽ കൊച്ചിയുടെ സമുദ്രചരിത്രം പരിവേഷണം ചെയ്യുന്നതിലേക്കുള്ള ഒരു കവാടമാണ് മട്ടാഞ്ചേരി ബീച്ച്. സൂര്യാസ്തമയം കാണുന്നതിനും കടലിന്റെയും തുറമുഖത്തിന്റെയും ഐക്കണിക് ചൈനീസ് മത്സ്യബന്ധന വലകളുടെയും അതിശയകരമായ ഫോട്ടോഗ്രാഫുകൾ പകർത്തുന്നതിന് ബീച്ച് പ്രിയപ്പെട്ട സ്ഥലമാണ്. We are living in Le Mans. Le Mans is a famous city with a famous race. Is my wife. Very intelligent. She can talk English. Est-ce que tu es sur Instagram? No. Tell me about Kerala. Kerala is a very country green, very green, and we like because there is a port. And I was a forwarder agent, and I work to load containers on the ship. So the shipping company I saw is Oni. Oni have pink boats. How is people here? Who is people? They are on good time. Very friendly, huh? Yes. Very friendly. There. Okay? I hope so. Thank you very much. Begin with your candy. Yeah. Good. Good, Mama. Good. Yeah, she is my friend. She is my friend. Okay. Please, thank you. Thank you. And please take care of you. And Thank you. God bless you. God bless you. God bless you. മട്ടാഞ്ചേരിയിൽ വെച്ച് ഞങ്ങളുമായി ഇടപഴകുന്ന ഒരു കൂട്ടം ഫ്രഞ്ച് വിനോദസഞ്ചാരികളെ കാണാൻ ഞങ്ങൾക്ക് സന്തോഷകരമായ അവസരം ലഭിച്ചു. ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവ് പരിമിതമായിരുന്നിട്ടും കേരളത്തിന്റെ സൗന്ദര്യത്തോടുള്ള ആരാധനയും കേരളീയ ജനതയുടെ ഊഷ്മളതയും അവർ ആത്മാർത്ഥമായ ആവേശത്തോടെ അറിയിച്ചു. അവരുടെ ഗ്രൂപ്പിലെ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയുന്ന ഒരു കുലീനയായ സ്ത്രീ ഞങ്ങളുമായി വളരെ ആഹ്ലാദകരമായി ഇടപഴകുകയും അവരുടെ ഗ്രൂപ്പിനും ഞങ്ങളുടെ ഗ്രൂപ്പിനുമിടയിൽ പാലമായി പ്രവർത്തിക്കുകയും ചെയ്തു. അവരുടെ പ്രസന്നമായ പെരുമാറ്റം ആശയവിനിമയത്തെ കൂടുതൽ ആസ്വാദ്യകരമാക്കി. വിനോദസഞ്ചാരികൾ അവിശ്വസനീയമാം വിധം സൗഹാർദ്ദപരമായിരുന്നു. കേരളത്തിന്റെ സംസ്കാരത്തോടും ആതിഥ്യ മര്യാദയോടുമുള്ള അവരുടെ വിലമതിപ്പ് ഹൃദയസ്പർശിയായിരുന്നു. പുറപ്പെടുന്നതിനു മുമ്പ് ഒരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്കായി ഞങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് അവർ തങ്ങളുടെ സന്തോഷം പ്രകടിപ്പിച്ചു. അവർ അത് വളരെ ആവേശത്തോടെ ചെയ്തു. സാംസ്കാരിക വിനിമയത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും മനോഹരമായ ഓർമ്മ സൃഷ്ടിച്ച നിമിഷം സന്തോഷവും സൗഹൃദവും നിറഞ്ഞതായിരുന്നു. മട്ടാഞ്ചേരിയിലെ കാഴ്ചകൾക്കു ശേഷം ഞങ്ങളുടെ വിനോദസഞ്ചാര സംഘം ജങ്കാർ ഫെറിയിലേക്ക് എത്തി. നടക്കാൻ പറ്റില്ല.
ജങ്കാർ ഫെറി എന്നത് കേരളത്തിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു സവിശേഷതരം ഫെറി ബോട്ടാണ്. പ്രത്യേകിച്ച് കൊച്ചുപോലുള്ള പ്രദേശങ്ങളിൽ. ജലപാതകൾ ദൈനംദിന ജീവിതത്തിലും ഗതാഗതത്തിലും ഒരു പ്രധാന ഭാഗമാണ്. ചെറിയ പാസഞ്ചർ ഫെറികളിൽ നിന്ന് വ്യത്യസ്തമായി ആളുകളെ മാത്രമല്ല കാറുകൾ, മോട്ടോർ സൈക്കിളുകൾ കൂടാതെ ചെറിയ ട്രക്കുകൾ, വലിയ ബസ്സുകൾ തുടങ്ങിയ വാഹനങ്ങളെയും ജലപാതകളിലൂടെ കൊണ്ടുപോകാൻ ജങ്കാർ പ്രത്യേക രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. വാഹനങ്ങൾ എളുപ്പത്തിൽ കയറ്റുന്നതിനും ഇറക്കുന്നതിനുമായി ഇരുവശത്തും റാമ്പുകൾ സജ്ജീകരിച്ചിരിക്കുന്ന വലിയ പരന്ന അടിത്തട്ടിലുള്ള ബോട്ടുകളാണ് ജങ്കാർ ഫെറികൾ. യാത്രക്കിടെ യാത്രക്കാർക്ക് ഇരിക്കാനും നിൽക്കാനും പ്രത്യേക വിഭാഗവും അവർക്കുണ്ട്. ഈ കടത്തുവള്ളങ്ങൾക്ക് ഒന്നിലധികം വാഹനങ്ങൾക്കൊപ്പം ഗണ്യമായ എണ്ണത്തിലുള്ള യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയും. ഇത് നദികളും കായലുകളും കടക്കുന്നതിനുള്ള ചെലവ് കുറയ്ക്കുന്നതും പ്രായോഗികവുമായ പരിഹാരമാക്കി മാറ്റുന്നു. മിക്ക ജങ്കാർ ഫെറികളിലും ഡീസൽ എഞ്ചിനുകളാണ് പ്രവർത്തിപ്പിക്കുന്നത്. എന്നിരുന്നാലും പുതിയ പതിപ്പുകളിൽ പരിസ്ഥിതി സൗഹൃദത്തിനായി ഇലക്ട്രിക് അല്ലെങ്കിൽ ഹൈബ്രിഡ് സംവിധാനങ്ങൾ ഉൾപ്പെടുത്താം. ജങ്കാർ ഫെറിയുടെ ദൃഢമായ പണിത്തരം കനത്ത ഭാരം വഹിക്കുമ്പോഴും സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുന്നു. പരന്ന അടിത്തട്ടിലുള്ള ഡിസൈൻ ശാന്തമായ കായലുകളിലും നദികളിലും കപ്പലിന്റെ സ്ഥിരത വർദ്ധിപ്പിക്കുന്നു. ജലത്താൽ വേർതിരിച്ച പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നതിൽ ജങ്കാർ കടത്തുവള്ളങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നു, പ്രത്യേകിച്ച് പാലങ്ങൾ ഇല്ലാത്തതോ അപ്രായോഗികമോ ആയ ഇടങ്ങളിൽ. ജങ്കാർ ഫെറിയിൽ യാത്ര ചെയ്തതിന്റെ അനുഭവം പ്രവർത്തനക്ഷമവും മനോഹരവുമാണ്. കടത്തുവള്ളം വെള്ളത്തിന് മുകളിലൂടെ പതുക്കെ നീങ്ങുമ്പോൾ യാത്രക്കാർക്ക് ആസ്വദിക്കാം. തെങ്ങുകളും ചെറുദ്വീപുകളും മത്സ്യബന്ധന വലകളും നിറഞ്ഞ കായലുകളുടെ വിശാല ദൃശ്യങ്ങൾ. മത്സ്യബന്ധന ബോട്ടുകൾ, ഹൌസ് ബോട്ടുകൾ, മറ്റു കടത്തുവള്ളങ്ങൾ എന്നിവയിലൂടെ വെള്ളത്തിലെ ദൈനംദിന ജീവിതത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള അവസരം ലഭിക്കുന്നു. വാഹനങ്ങളുമായി കടത്തുവള്ളം പങ്കിടുന്നതിന്റെ പുതുമ സവാരിക്ക് അതുല്യതയുടെ ഒരു ഘടകം ചേർക്കുന്നു. എന്തുകൊണ്ട് ജങ്കാർ ഫെറികൾ കേരളത്തിൽ പ്രത്യേകമാണ്? പൈതൃകവും പാരമ്പര്യവും. ജങ്കാർ ഫെറികൾ കേരളത്തിന്റെ സമുദ്ര സംസ്കാരത്തിൽ ആഴത്തിൽ വേരൂന്നിയതും പതിറ്റാണ്ടുകളായി ഉപയോഗത്തിലുള്ളതുമാണ്. നീളമുള്ള വഴിത്തിരിവുകളുടെയോ പാലങ്ങളുടെയോ ആവശ്യകത കുറയ്ക്കുന്നതിലൂടെ അവ ഗതാഗതത്തിന്റെ പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കുന്നു. ജങ്കാർ ഫെറി വിദൂര ദ്വീപുകളെയും ഗ്രാമങ്ങളെയും പ്രധാന ഭൂപ്രദേശവുമായി ബന്ധിപ്പിക്കുന്നു. ഇത് പ്രദേശ നിവാസികളുടെ ദൈനംദിന ജീവിതത്തിൽ നിർണായക പങ്കുവഹിക്കുന്നു.
ഞങ്ങളുടെ വിനോദസംഘത്തിന് മട്ടാഞ്ചേരിയിൽ നിന്ന് ജങ്കാർ ഫെറിയിൽ കയറുന്നത് കൗതുകകരമായ അനുഭവമായിരുന്നു. ഈ യാത്ര ഞങ്ങൾക്ക് കൊച്ചി കായലുകളുടെ അതിമനോഹരമായ കാഴ്ചകളും കേരളത്തിന്റെ അതുല്യമായ ഗതാഗത മാർഗം അനുഭവിക്കാനുള്ള അവസരവും വാഗ്ദാനം ചെയ്തു. അത് യാത്രയ്ക്കുള്ള ഒരു ഉപാധി മാത്രമായിരുന്നില്ല, ഞങ്ങളുടെ യാത്രയുടെ അവിസ്മരണീയമായ ഒരു ഹൈലൈറ്റ് ആയിരുന്നു ജങ്കാർ ഫെറി. ചായ് പഴംപൊരി എന്തെങ്കിലും വേണം? വേണ്ട, പഴംപൊരിന്റെ കഴിച്ചു. ജങ്കാർ ഫെറിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഞങ്ങൾ എറണാകുളത്തെ ഐതിഹാസികമായ ലുലു മാളിലേക്കെത്തി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളുകളിൽ ഒന്നായ തദ്ദേശീയരും വിനോദസഞ്ചാരികളും ഒരുപോലെ സന്ദർശിക്കേണ്ട സ്ഥലമാണ് ലുലു മാൾ. ലുലു മാൾ ഒരു ഷോപ്പിംഗ് സെന്റർ മാത്രമല്ല, ലോകോത്തര അനുഭവം പ്രദാനം ചെയ്യുന്ന ഷോപ്പിംഗ്, ഡൈനിങ്, വിനോദം, ഒഴിവു സമയങ്ങൾ എന്നിവയ്ക്കായുള്ള ഊർജ്ജസ്വലമായ കേന്ദ്രമാണിത്. ഞങ്ങളുടെ സംഘം കടകളുടെ വിശാലമായ നിര പരിവേഷണം ചെയ്യുകയും സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കുകയും ലുലു മാളിന്റെ ചടുലമായ അന്തരീക്ഷത്തിൽ കുതിർക്കുകയും ചെയ്തു. ഞങ്ങളിൽ പലർക്കും പ്രീമിയം ഉൽപ്പന്നങ്ങൾക്കായി ഷോപ്പിംഗ് നടത്താനും ഇന്ത്യയിലെ ഏറ്റവും മികച്ച മാളുകളിൽ ഒന്നിന്റെ മഹത്വം അനുഭവിക്കാനുമുള്ള അവസരമായിരുന്നു അത്. ഇത് ഞങ്ങളുടെ ടൂറിലെ അവിസ്മരണീയമായ ഒടുവിലത്തെ സ്റ്റോപ്പാക്കി മാറ്റി.